പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കും. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുകയാണ്. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർക്കുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിയും. അവിടെ നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവർ ആകും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനന്തമായി നിങ്ങളെ സ്നേഹിക്കുകയും നാൾതോറും അത്ഭുതകരമായി വഴി നടത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അനുഗ്രഹം നിറഞ്ഞ ഈ വിശുദ്ധ ദിനത്തിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ അങ്ങയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ലോകം ഭീതിയിലാണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന തന്റെ മക്കളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് കോടാനുകോടി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ ദിനത്തിലെ ഞങ്ങളുടെ ആരാധനയിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യവും കൃപയും അരുളുകയും കർത്താവേ, ദൈവം ഞങ്ങൾ ചെയ്തിരിക്കുന്ന സകല നന്മകൾക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം കരയറ്റുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് പശ്ചാത്തലിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുന്നതിന് അവിടെ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം തിരുപാദപീഠത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്ത്വനിപ്പിക്കുന്ന കരം ഞങ്ങളുടെ മേൽ വെച്ച് അവിടെ നിങ്ങൾ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ ആരാധനയിൽ പങ്കുചേരുന്ന സകല ജനങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരണമേ. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനും ഈ വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനുമായി ക്രിസ്തീയ ഗീതത്തിൽ 29-ാം ഗീതം നമുക്ക് ആരംഭിക്കാം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിലിത്താനി 2-ാം ഭാഗം, ആരാധനാക്രമത്തിൽ 4-ാം സ്തുതിലിത്താനി 2-ാം ഭാഗം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം.
യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തോണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ. എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതി പാടിക്കും. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയിരുന്നു ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥനയോടുകൂടി എത്തുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തും. ഇവിടെ നിശ്ചയമായ ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കണിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം സാധിച്ചു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമെന്റുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നത്. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണച്ചെന്ന് നമ്മുടെ കൃത്യതാസ്തോത്രം അർപ്പിക്കുന്ന യോഗ്യവും ന്യായവും ആണ്. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവർ ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്ന് ഓർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപം ഏറ്റുപറയും. നമുക്ക് ദൈവം മുൻപാകെ ബുദ്ധി വിനയമായി നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുതാപപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങൾ മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങേ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥം നമുക്ക് പിതാവിന്റെ അടുക്കൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ പ്രായശ്ചിത്തമാകും. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായച്ചു കളയും, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന പാപക്ഷമയ്ക്കായും ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന സകല നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം കരയറ്റുക. ആരാധനാക്രമത്തിൽ
15-ാം പുറത്തിലെ എത്താൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പലവിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റു ഉപജീവനമാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായി പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്ന ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ദൈവവചനം എന്ന വിശിഷ്ട ദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായി ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും നാം അനുഭവിക്കുന്ന നിത്യജീവന പ്രത്യാശയ്ക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലുണ്ടായപ്പോഴും ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥരാകുന്നുവെന്ന് അവിടുത്തെ സ്നേഹം ഞങ്ങൾ ഒരിക്കലും കൈവെടിയുകയില്ലെന്നും സർവകാലത്ത് നിത്യദേവൻ ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്ന് വിശ്വസിപ്പാൻ കൃപയരണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ക്രിസ്തീയ ഗീതത്തിൽ 290 ഹാ സന്തോഷവാക്യമേ യേശുവേ രക്ഷകൻ എന്നാരംഭിക്കുന്ന ആ ഗീതം നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. Amen.
18-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. 18-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. ഇപ്പോൾ നമുക്ക് ദൈവവചനം വായിച്ച് കേൾക്കാം. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ. ഇന്നത്തേക്കുള്ള പഴയ നിയമ പാഠഭാഗം യോശുവ 1-ാം അധ്യായം 1 മുതൽ 9 വരെ. യോശുവ 1-ാം അധ്യായം 1 മുതൽ 9 വരെ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളിച്ചെയ്തത്, എന്റെ ദാസനായ മോശെ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെ പുറപ്പെട്ട് യോർദ്ദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളക്കാൽ ചുമക്കുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണങ്ങളൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുള്ളൂ. ഇന്നത്തേക്കുള്ള പഴയ നിയമ പാഠഭാഗം വായിച്ച് അവസാനിച്ചു. ലേഖന വേദഭാഗം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 16 മുതൽ 6-ാം അധ്യായം 10 വരെ ഉള്ള വാക്യം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു.
ദൈവം കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾക്ക് മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവൃത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങൾ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചു. ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രനെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ലേഖന ഭേദഭാഗം വായിച്ചവസാനിച്ചു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക. അനന്തരം യേശു 12 പേരെ അടുക്ക വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടി അല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അല്ല, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർക്കും. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവിൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. നാം കേട്ടത് ദൈവവചനം.
വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ ഏറ്റുപറയും. ആരാധനക്രമത്തിൽ 22-ാം സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്തു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ പാപമോചനത്തിനും മരിച്ചവരുടെ പുനരുദ്ധാനത്തിനും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് വിനയപൂർവ്വം അടുത്തു. സംഭവബഹുലമായ ഈ ലോകത്തിൽ അനുദിനം ദൈവത്തിന്റെ അദൃശ്യകരങ്ങളിൽ നമ്മെ വഹിച്ചു അത്ഭുതകരമായി പരിപാലിക്കുന്ന ദൈവത്തിന് നമുക്ക് സ്തുതി സ്തോത്രം അർപ്പിക്കാം. കണ്ണുനീരിന്റെ താഴ്വരയിൽ നേരിട്ടുകയുന്ന ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ സഹായിക്കുവാൻ ആരും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട് എന്നാണ് ചെയ്ത കർത്താവ്. അത്ഭുതമായി നടത്തുന്ന കൃപകൾക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും വരും നാളുകളിൽ ദൈവത്തിന്റെ കൃപയിലും പ്രത്യാശയിലും നിലനിൽക്കേണ്ടത് നാം അഭിമുഖീകരിക്കേണ്ടുന്ന സകല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ക്രിസ്തുവേശുവിൽ ധൈര്യമായി മുന്നേറുക ആവശ്യമായിരിക്കുന്ന ദൈവീക ശക്തി പ്രാപിക്കേണ്ടതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ എല്ലാ ആവശ്യവും കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയെ ദൈവകരങ്ങളിൽ നമുക്ക് വരവേൽപ്പിക്കാം. നാം അധിവസിക്കുന്ന ഈ ലോകത്തെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ COVID-19 എന്ന മഹാമാരി നമ്മുടെ ദേശത്തെയും ലോകത്തെ ആകമാനം ഗ്രസിച്ചുകൊണ്ട് സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നു. കൊറോണ എന്ന ഭീകര വൈറസ് കർത്താവ് നിർവീര്യമാണ്. ലോകത്തിനാകമാനം സൗഖ്യം പകരേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളെയും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് സന്നിധിയിൽ സമർപ്പിക്കാം. പലനാൾ കരുതി അന്നാളിലവനോട് ചൊല്ലി ലോകാന്ത്യത്തോളം കൂടെയിരിക്കുന്ന നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം കൂടെയിരിക്കുന്ന നിന്നോട് കൂടെയുണ്ട്. ബലഹീനെന്നു ഞാൻ കരുതിയതാ അന്നാളിലവനോട് ചൊല്ലി ശക്തനാകുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ശക്തനാകുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ ഈ വിശുദ്ധ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെയും വേദനകളുടെയും ഭാരങ്ങളുടെയും നടുവിൽ
അവയെ അതിജീവിക്കുവാൻ ആവശ്യമായ കൃപയും ശക്തിയും നൽകുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് തിരുവമ്പാടിൽ നിങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ ആവശ്യമെല്ലാം അറിയുന്ന ഒരു താതൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വേദനകളിലും ഭാരങ്ങളിലും രോഗങ്ങളിലും പ്രയാസങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ള ദൈവം. നീ അധൈര്യപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നല്ല ചെയ്ത കർത്താവിന്റെ വാഗ്ദത്ത വചനം ഞങ്ങൾക്ക് കർത്താവെ പ്രത്യാശയായി നൽകിയിരിക്കുകയാണ്. ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ പകൽക്കാലത്തിന്റെ പാദപീഠത്തിൽ അടുത്തു വരുന്ന എല്ലാ നിന്റെ മക്കളെയും അവിടെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന മനസ്സോടുകൂടെ നുറുങ്ങിയ ഹൃദയങ്ങളോടുകൂടെ ആയിരിക്കുന്നു എല്ലാ പ്രിയമുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, പാപത്തിന്റെ ഭാരം നിമിത്തം ബന്ധിതരായിരിക്കുന്നവരുടെ വിമോചനത്തിന് വേണ്ടി അടികൾ പ്രാർത്ഥിക്കും. യേശു പാപങ്ങളെ മോചിച്ച് കർത്താവെ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനവും ആശ്വാസവും നൽകുന്ന കർത്താവ് എന്ന് നിങ്ങൾ അറിയുന്നു. അങ്ങനെയുള്ള പാപക്ഷമ നിന്റെ മക്കൾക്ക് നൽകി അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവമക്കളായി ജീവിക്കുവാൻ എന്നും നിന്റെ മക്കളെ ഭക്തരാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ വഹിക്കുവാൻ കഴിയാത്ത ഭാരം ചുമടുമായി ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ക്ലേശിച്ച് ദുഃഖിക്കുന്ന പ്രിയമുള്ളവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കും. നിന്റെ ഭാരം എന്റെ മേലിട്ട് കൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും എന്ന് കർത്താവായ യേശു അങ്ങ് ചെയ്തിരിക്കുന്നല്ലോ. കർത്താവെ, നിന്റെ മക്കളുടെ ഭാരങ്ങൾ മുഴുവൻ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശു എന്നെ കരം പിടിച്ച് നടത്തുവാൻ മതിയായ രക്ഷകനാണ് എന്ന വിശ്വാസത്തോടുകൂടെ അങ്ങ് അനുഗ്രഹിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. രോഗാതുരമായ അനുഭവങ്ങളോടുകൂടി ആയിരിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾക്ക് അങ്ങയോട് പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങയുടെ അടുക്കൽ കൊണ്ടുവന്ന രോഗികളെയൊക്കെ അവിടുന്ന് സൗഖ്യം വരുത്തിയതായി ഞങ്ങൾ തിരുവനന്തപുരത്തിലൂടെ പഠിക്കുന്നു. കർത്താവെ, അവിടുന്ന് സൗഖ്യമാകുന്ന യഹോവയായുള്ള വചനപ്രകാരം രോഗഭാരത്തിൽ കഴിയുന്ന എല്ലാ അവിടുത്തെ മക്കൾക്കും ദൈവം പൂർണ്ണമായ സൗഖ്യവും ആശ്വാസവും കൽപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല. കർത്താവെ, 12 സംവത്സരം രക്തസ്രവം പിടിപെട്ട ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽ വന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ തൊട്ടപ്പോൾ അത്ഭുത സൗഖ്യം യേശുവിൽ നിന്ന് പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ ആരെല്ലാം വിശ്വാസത്തോടുകൂടി അങ്ങനെ കർത്താവെ തങ്ങളുടെ കരങ്ങൾ നീട്ടുന്നു, ആരെല്ലാം നിന്റെ സന്നിധി വിളിച്ചപേക്ഷിക്കുന്നു, അവർക്കെല്ലാം ദൈവം അത്ഭുത ആശ്വാസം വിടുതൽ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായി കഴിയുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം അവിടുത്തെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്ത് നൽകുവാൻ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾ പ്രതീക്ഷിച്ചു നോക്കുന്നത് കർത്താവ് അത് ചെയ്യുന്നു. ആ ദിവ്യമായ സമാധാനം അവിടുത്തെ മക്കൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങൾ ബലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്, വേദനയുണ്ടായിരിക്കുന്നവരുണ്ട്, കണ്ണീരിൽ കഴിയുന്നവരുണ്ട്, കർത്താവേ പല വിധത്തിലുള്ള ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ദാരിദ്ര്യവും കടബാധ്യതകളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മക്കളുടെ ഭാവിയോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ മക്കളുടെയും ആവശ്യമില്ല അങ്ങ് അറിയുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, വിദ്യാഭ്യാസത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കുന്നു. കർത്താവെ, ഉപരിപഠനത്തിന് വേണ്ടി അഡ്മിഷനായി കാത്തിരിക്കുന്നു എല്ലാ മക്കളെയും ഞങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് തന്നെ മക്കളെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപയുടെ കരങ്ങൾ മക്കൾ വഹിക്കണമേ. എൻട്രൻസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളൊക്കെ കർത്താവെ നന്നായി പരീക്ഷ എഴുതുന്നേ, ഓരോ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇതിന്റെ മക്കൾക്ക് അഡ്മിഷൻ ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്നേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നവജാത ശിശുക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാലാശിച്ച് നല്ല പൈതങ്ങളെ വിടുവിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധങ്ങളായ ഉപജീവനമാർഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കായ സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവനം നടത്തുന്ന പ്രിയപ്പെട്ട വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലുമായിരിക്കുന്ന നിങ്ങളുടെ സഹോദരൻ പരിശുദ്ധ കർത്താവെ, കൂലിപ്പണി ചെയ്ത് ഉപജീവിക്കുന്ന പ്രിയപ്പെട്ടവർ, ബിസിനസ്സുകൾ ചെയ്ത് ഉപജീവനം നടത്തുന്നവർ, വാഹനങ്ങൾ ഓടിച്ച് ഉപജീവിക്കുന്നവർ, അപകട മേഖലകളിൽ ഉയരങ്ങളിലും ആഴങ്ങളിലും അധ്വാനിക്കുന്നു എല്ലാവരെയും അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ട് നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ദൈവവചന പ്രകാരം മക്കളുടെ അധ്വാനങ്ങൾ കൂടെ അവർക്ക് ആശ്വാസം അത്ഭുതമായി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കൾ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർ വാർദ്ധക്യത്തിൽ ദൈവം അവരോട് കൂടെയിരിക്കുന്നത്, അവർക്ക് താങ്ങും തണലുമായി കൂടെയിരിക്കും. നിന്റെ മക്കളെ വഴി നടത്തണമേ. സ്വർഗീയ അനുഗ്രഹങ്ങൾ നിന്റെ മക്കൾക്ക് നൽകണമേ. ഉന്നതമായ പ്രത്യാശയിൽ അവർ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഉപജീവനമാർഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ നിങ്ങൾ ഓർക്കും. ദൈവ വഴികളെയും വാതിലുകളെയും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാചിപ്പിക്കുന്ന താങ്കൾ കിട്ടും, അന്വേഷിപ്പിൽ കണ്ടെത്തും, മുട്ടുവീണ താങ്കൾ തുറക്കുമെന്നുള്ള അതിന്റെ പ്രധാന മക്കൾ അനുഗ്രഹരായി തീരുവാൻ ദൈവം സഹായിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ ശുശ്രൂഷയും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ സഹായിക്കുന്നു. നേതൃത്വം നൽകുന്ന ഓരോന്നിന്റെ മക്കളെയും അനുഗ്രഹിക്കുന്നു. സഭയിലെ എല്ലാ സംഘടനകളെയും നിങ്ങൾ ഓർക്കും. ഈ നാളുകളിൽ കർത്താവ് നിങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം കർത്താവ് നിന്റെ മക്കൾ അനുഗ്രഹിതരായി തീരുവാൻ, ദൈവവചനം പഠിക്കുന്നത്, ദൈവത്തോട് ചേർന്നിരിക്കുന്നത്, വളരുവാൻ, കർത്താവിന്റെ നാമത്തെ അവരിലൂടെ മഹത്വപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഭാ കമ്മിറ്റി നിങ്ങൾ ഓർക്കുന്നു. ദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിൽ അവിടുത്തെ മക്കൾ ഓരോരുത്തരെയും വഹിക്കുകയും അവരുടെ ശുശ്രൂഷയിൽ ദൈവം കൂടിയിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവിടുത്തെ മക്കൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കണം. ആലയത്തിൽ ചെറുതും വലുതുമായ ശുശ്രൂഷകൾ നേർന്നു എല്ലാ അവിടുത്തെ മക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേക കർത്താവെ, ഈ ഓൺലൈൻ ആരാധന കർത്താവെ തന്റെ മക്കൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ദാസരെയും ദൈവകരങ്ങൾ സമർപ്പിക്കും. അവിടുത്തെ മക്കളെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവെ, അപ്പൊ മറ്റു വിവിധങ്ങളായ സഭയുടെ ആവശ്യങ്ങൾ ദൈവസ്ഥയിൽ നിങ്ങൾ ബലമേൽപ്പിക്കും. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മഹായിടവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനെ ദൈവകരങ്ങൾ സമർപ്പിക്കും. കർത്താവ്, ഞങ്ങളുടെ മഹായിടവിലെ എല്ലാ സഭകളെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. കർത്താവെ, നിങ്ങളുടെ ബിഷപ്പിനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മഹായിടവ് ഭാരവാഹികളെ ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ സ്ഥാപനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ കൃപ എല്ലായ്പ്പോഴും കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ കർത്താവെ, ഈ നാളുകളിൽ കർത്താവെ നിങ്ങളുടെ ദേശത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരി കർത്താവെ അത് മാറിപ്പോകുന്നതിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശങ്ങളിലൊക്കെ സമൂഹ വ്യാപനം ഉണ്ടായിരിക്കുന്ന നാളുകളിൽ കർത്താവെ ഈ പകർച്ചവ്യാധി കർത്താവെ അതിന്റെ തോത് കുറയുവാൻ, ഞങ്ങളുടെ ദേശത്ത് നിന്നും ഈ മഹാമാരി മാറിപ്പോകുവാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥന. ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ ദേശത്തിൽ കർത്താവെ, നിങ്ങളുടെ കർത്താവെ സംസ്ഥാനത്തിൽ, നിങ്ങളുടെ രാജ്യത്തിൽ വിവിധ നിലകളിൽ കർത്താവെ ആയിരിക്കുന്ന മക്കളുണ്ട്, ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്, ഐസൊലേഷനിൽ ആയിരിക്കുന്നവരുണ്ട്, രോഗികളായി ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അങ്ങയുടെ മുഖം അന്വേഷിക്കുമെങ്കിൽ ദൈവസ്വർഗത്തിൽ നിന്ന് കേട്ട് പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്നുള്ള ദൈവവചനപ്രകാരം കർത്താവ് ദേശത്തിന് അങ്ങ് തന്നെ സൗഖ്യം നൽകണമേ, ലോകത്തിന് അങ്ങ് തന്നെ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മരണഭീതിയിൽ കഴിയുന്ന ജനത്തെ അങ്ങ് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലോ ഞങ്ങളുടെ ദേശത്തിലോ നല്ല ഈ മഹാമാരിയെ കർത്താവ് പൂർണ്ണമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ധൈര്യത്തിൽ കഴിയുന്നവരെ പ്രത്യാശയുള്ളവരാക്കി ദൈവം നിലനിർത്തുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരി അതിജീവിക്കുവാൻ ആത്മീയ ശക്തി, ദൈവിക കൃപ കർത്താവെ അവിടെ നിങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗികളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും ഔദ്യോഗിക ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാം അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ, ദൈവത്തിനൊരു കാര്യവും അസാധ്യം. അവിടുത്തെ മക്കളെല്ലാം തൃക്കരങ്ങളിൽ വഹിക്കണം. ദൈവത്തിന് മാത്രമേ കർത്താവ് ഈ ലോകത്തിൽ നിന്നൊരു മോചനം നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ദൈവികമായ സൗഖ്യം ലോകത്തിൽ എല്ലായിടത്തും അനുഭവിക്കുവാൻ യേശു ദൈവമാണ്. കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹായിച്ചിരിക്കുന്ന വിഷുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവാലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർവ്വത്തിലൊക്കെ സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുന്നു. കർത്താവ് പഠിപ്പിച്ചത് ലോകത്തിൽ നിങ്ങളെ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി നിയോഗിച്ചിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തു. കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് ഇഷ്ടം ഈ ഭൂമിയിൽ നിവർത്തിക്കുക അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ കൂടി മറച്ചു കൊടുക്കുക. ഒരു ദുഷ്ടന്റെ ആവശ്യം അടികളെയോ അടികളുടെ ഭവനങ്ങളെയോ അടികളുടെ പ്രിയപ്പെട്ടവരെയോ അടികളുടെ സഭയെയോ ദേശത്തെയോ ആരെയും കർത്താവെ തൊടുവാൻ
ദൈവങ്ങളോടുകൂടി മറക്കണമെന്ന് പ്രാർത്ഥന. അങ്ങയുടെ സന്നിധിയിൽ നിങ്ങളെ വിനയപ്പെടുത്തട്ടെ കർത്താവേ. നിങ്ങൾക്ക് ആവശ്യമായ ദൈവവചനം ഈ പകലിൽ അങ്ങ് ഞങ്ങൾക്ക് പകർന്നങ്ങളെ പ്രാർത്ഥന. വചനത്തിന്റെ ശക്തിയാൽ ജീവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ ശരണപ്പെടും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ നിങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷയെ ദുഷ്ടം പിടിപ്പിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കുള്ളതല്ലോ. ആമേൻ. ഈ അവസരം ഗായക സംഘം ഒരു ഗാനം ആഗ്രഹിക്കുന്നു. യേശുവേ
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ ദിനത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ മന്നത്തിൽ ഞങ്ങളെ വചനത്തിലൂടെ അവിടുന്ന് ബലപ്പെടുത്തുകയും പ്രത്യാശയിൽ നിലനിർത്തുകയും അങ്ങയുടെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരുവാനും സഹായിക്കുകയും ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗ്ഗപിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ ഈ വിശുദ്ധ ദിനത്തിൽ ദൈവത്തെ ആരാധിക്കുക, കർത്താവ് നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല ഭാഗങ്ങളിലായിരുന്നു ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാടിനെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്ന കൊറോണ വൈറസിന്റെ പ്രവർത്തനം മൂലമുണ്ടായിരിക്കുന്ന കോവിഡ് രോഗം ഈ നാടുകളിൽ ഒരു സമൂഹ വ്യാപനത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് ദേവാലയത്തിൽ ഒരുമിച്ച് വരുവാൻ സർക്കാരിന്റെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കുചേരുവാൻ വലിയൊരാൾ ദൈവം സഹായിച്ചു. എന്നാൽ ഈ സമൂഹ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നാം സ്വയം പൊതുവായുള്ള കൂടിവരവിനെ മാറ്റിവെച്ച് സഭയുടെ യൂട്യൂബ് ചാനൽ വഴി ഇന്നത്തെ ആരാധനയിൽ പങ്കാളികളാകുകയാണ്. നമ്മുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് മറ്റ് വിവിധയിടങ്ങളിലായിരുന്നു ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും എല്ലാവിധ ദൈവകൃപയും ഞാൻ നേരുകയാണ്. ഈ ദിവസം പ്രത്യേകമായി ചിന്തിക്കുന്നത് ദൈവജനം, ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്നുള്ളതാണ്. പീപ്പിൾ ഓഫ് ഗോഡ്, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു ആശയമാണ് പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനം എന്ന്. വിശ്വാസികളുടെ സമൂഹത്തെ കുറിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിശേഷണമാണ്. ദൈവജനം എന്ന പദം പഴയ നിയമത്തിൽ ആണ് പ്രധാനമായും നാം ഉപയോഗിച്ച് കാണുന്നത്. ഇതിന് കാരണം ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ദൈവവുമായി അടുത്ത ബന്ധത്തിൽ വസിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ ജനം ആണ്. നാം ദൈവജനമാകുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ദൈവജനം എന്ന നിലയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിരവധിയാണ്. ദൈവജനം ക്രിസ്തുവിന്റെ സ്ഥാനാപതി അഥവാ അംബാസഡേഴ്സ്. മലാഖ് എന്ന ഇബ്രായ പദമാണ് സ്ഥാനാപതി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം ദൂതൻ അഥവാ ദൂത് അറിയിക്കുന്നവൻ എന്നല്ല. ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രതിനിധിയായി മറ്റൊരു രാജ്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനാണ് സ്ഥാനാപതി അഥവാ അംബാസഡർ എന്ന് അറിയപ്പെടുന്നു. ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രതിനിധിയായി മറ്റൊരു രാജ്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനാണ് സ്ഥാനാപതി. ദൈവരാജ്യത്തിന്റെ പ്രതിനിധികളായി ഈ ലോകത്തിൽ ദൂത് അറിയിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ക്രൈസ്തവ സഭയിൽ വിശ്വാസികൾ. ജനം അല്ലാതിരുന്ന നമ്മെ ദൈവജനമാക്കി മാറ്റി അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത് ദൈവത്തിന്റെ
സൽഗുണങ്ങളെ പോഷിക്കുന്നതിന് വേണ്ടിയാണ്. ശിഷ്യന്മാരെ യേശു അയച്ചതുപോലെ തന്റെ ജനത്തെ ഇന്നും ലോകത്തെ രക്ഷയിലേക്ക് നയിക്കുവാൻ അയച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എങ്ങനെയുള്ളവർ ആയിരിക്കണം, അവരുടെ ഉത്തരവാദിത്വം എന്ത് എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഒന്നാമത്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ ദൈവവചനാനുസരണം നേതൃത്വം വഹിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ആകുന്നു എന്നതാണ്. ദൈവവചനാനുസരണം നേതൃത്വം വഹിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിന്റെ സ്ഥാനാപതി. നേതൃത്വത്തിന്റെ പുതുയുഗം യോശുവയിലൂടെ ഉദയം ചെയ്യുന്നതാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോശുവ മോശയുടെ ശുശ്രൂഷകനാണ്. മോശയ്ക്ക് ശേഷം നേതൃത്വം യോശുവയിലേക്ക് കൈമാറപ്പെടുന്നു. യോശുവയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം പ്രകാരം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. നീയും ജനവും പുറപ്പെടുക, നിങ്ങൾ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടിയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ഈ ഇപ്രകാരമുള്ള വാഗ്ദത്തം നൽകിയാണ് യോശുവയെ ദൈവം അയക്കുന്നത് എന്ന് നാം കാണുക. ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ ദൈവജനത്തിന് നേതൃത്വം നൽകേണ്ടവരാണ്. ക്രിസ്തീയ നേതൃത്വം ഉറപ്പും ധൈര്യമുള്ളവരായി ദൈവജനത്തെ നയിക്കേണ്ടുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യം. പരിഭ്രമത്തിന്റെ വാർത്തകൾ ചുറ്റിലും കേൾക്കുമ്പോൾ ധൈര്യം കൈവിടാതെ പ്രാർത്ഥനയോടുകൂടെ പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും സാധിക്കണം എന്നതാണ് നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിരിക്കുവാൻ ദൈവവചനം അനുസരിക്കുകയാണ് ആവശ്യം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നത്, ന്യായപ്രമാണം അനുസരിച്ച് നടക്കുക, എന്നാൽ നേതൃത്വം ശുഭമായിരിക്കും. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. വചനം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകുകയും അല്ല. രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, എങ്കിൽ നീ കൃതാർത്ഥനാകും എന്നാണ്. അപ്പൊ ദൈവ വചനത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരാണ് ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ചെറുപ്പക്കാരനായ ഒരു ശുശ്രൂഷകൻ തന്റെ സഭയിലെ മൂപ്പന്മാരാൽ വളരെ പ്രയാസം അനുഭവിച്ചു. അത് നിമിത്തം താൻ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ പോകുന്നു, ഉപേക്ഷിക്കുവാൻ പോകുന്നു എന്ന് തീരുമാനിച്ചു. ഈ വിവരം അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു. അവസാന തീരുമാനം എടുക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു പ്രായമുള്ള മുതിർന്ന ഒരു ശുശ്രൂഷകനുമായി ഈ വിഷയം പങ്കിടാം എന്ന് ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു. ഭാര്യയുടെ വാക്ക് നല്ലതായി ഈ ശുശ്രൂഷകനെ ബോധ്യപ്പെട്ടിട്ട് അവർ ഒരു മുതിർന്ന ശുശ്രൂഷകനെ പോയി കണ്ടു. തന്റെ പ്രശ്നങ്ങൾ എല്ലാം വന്യനായ ആ ശുശ്രൂഷകൻ കേട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം മറുപടി പറഞ്ഞു, മകനെ, നീ ഭവനത്തിൽ പോയി വേദപുസ്തകം വായിക്കും. അതിന് സഭാ ശുശ്രൂഷകൻ പറഞ്ഞത്, ഞാൻ വേദപുസ്തകം എപ്പോഴും വായിക്കുന്നതാണ്. ആ പ്രായമുള്ള വന്യനായ ശുശ്രൂഷകൻ നൽകിയ മറുപടി പ്രകാരമായി, ഒരു പാചകക്കാരൻ മറ്റുള്ളവർക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്യുന്നതുപോലെ മാത്രമാണ് നീ വേദപുസ്തകം വായിച്ചത്. ഇപ്പോൾ നീ ദൈവവചനം നിനക്കായി തന്നെ വായിക്കണം. ഇത് കേട്ട് ആ സഭാ ശുശ്രൂഷകൻ നിരാശനായി പറഞ്ഞു. എന്നാൽ ഭാര്യ പറഞ്ഞു, ആ ശുശ്രൂഷകൻ ഇതിനേക്കാളും വലിയൊരു കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ നാം ചെയ്യുകയില്ലായിരുന്നോ? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ചെയ്തു നോക്കിയാലോ? ഭാര്യയുടെ പ്രേരണ നിമിത്തം
ഈ പ്രായം കുറഞ്ഞ സഭാശുശ്രൂഷകൻ വേദപുസ്തകം വായിക്കാനായി തീരുമാനിച്ചു. പത്രോസിന്റെ 2-ാം ലേഖനം 61 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ലേഖനമാണ്. അദ്ദേഹം അത് 19 തവണ വായിച്ചു. 20-ാം തവണ മുട്ടിന്മേൽ നിന്ന് വായിക്കുവാനായി തീരുമാനമെടുത്തു. ദൈവത്തിന്റെ ആത്മാവ് ആ സഭാശുശ്രൂഷത്തിന്മേൽ ഇടപെട്ടു. കർത്താവിന്റെ സേനാപതിയായിരിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കഷ്ടതകൾ ഏറ്റെടുക്കുവാൻ അദ്ദേഹം ഒരുക്കം ഉള്ളവനായി മാറി. അതായത് ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തുകയും ദൗത്യ നിർവഹണത്തിനായി നമ്മെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന പ്രേരണാശക്തിയാണ് എന്ന് നാം ഇവിടെ ഓർക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ നിരപ്പിന്റെ ശുശ്രൂഷകർ എന്നതാണ്. നിരപ്പിന്റെ ശുശ്രൂഷകരാണ് ക്രിസ്തുവിന്റെ സ്ഥാനാപതി. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 18-19 വാക്യം. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനത്തിൽ പറയുന്നത് പോലെ സഭയ്ക്കുള്ളിൽ ചില വിഘടന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുവെന്നത് കൂടി കണക്കിലെടുത്തു വേണം നിരപ്പിന്റെ ശുശ്രൂഷയുടെ ആഴം നാം മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്നത് ഒരു പദവി മാത്രമല്ല, ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ സഭ എന്തുമാത്രം സജ്ജമായിരിക്കുന്നു എന്ന് പൗലോസിന്റെ വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 5-ാം അധ്യായം 6 മുതൽ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വരെ പറയുന്ന ആശയങ്ങൾ ഇവയാണ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് സഭ തുടരുന്നത്. ക്രിസ്തുവിന്റെ ശരീരമായ സഭ ലോകത്തെ സ്വാധീനിക്കും. സഭ എന്നത് ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ്. സഭയുടെ ശുശ്രൂഷ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ എന്നിത്യാദി കാര്യങ്ങളാണ് പ്രസ്തുത വേദഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്തുവിന് പകരമായി ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി നിൽക്കുന്നവരാണ് അപ്പോസ്തലന്മാർ. അവർ ഒരു പ്രത്യേക ദൗത്യത്തിനായി നിയുക്തരായി പ്രേഷിതൻ അഥവാ അയക്കപ്പെട്ടവൻ എന്നാണ് ഇതിന് അർത്ഥം. ദൈവത്താൽ അയക്കപ്പെട്ട യേശുവിനെയും ഇസ്രായേലിനോട് പ്രസംഗിക്കുവാൻ ദൈവം അയച്ചവരെയും സഭ അയച്ചവരെയും ആദിമസഭയിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്നവരെയും അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചതായി സഭാചരിത്രത്തിൽ നാം കാണും. ഇവർക്കുള്ള പ്രധാന ദൗത്യം ഒരു പുതിയ സമൂഹ നിർമ്മിതിയാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുന്ന ശുശ്രൂഷയാണ് ഇവരിൽ നിക്ഷിപ്തം. അതിക്രമങ്ങളാൽ മരിച്ചവരെ ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിക്കുന്നു. ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, മനുഷ്യർ തമ്മിലുള്ള അനുരഞ്ജനവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദൈവവും മനുഷ്യരും തമ്മിലും മനുഷ്യർ തമ്മിലും ഉള്ള അനുരഞ്ജനം, പരസ്പരമുള്ള അനുരഞ്ജനത്തിന്റെ അനുഭവത്തിലൂടെയാണ് നമുക്ക് ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മറ്റൊന്നല്ല. യേശുവിന്റെ സുവിശേഷ വാക്കരാണ് നാം എന്ന പൂർണ്ണബോധ്യം നമുക്ക് ഉണ്ടാകും. യേശു കർത്താവ് അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് ഈരണ്ടായി അയക്കുമ്പോൾ അവർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ച്, ദൗത്യത്തെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. അവർ പോയി ഭൂതങ്ങളെ പുറത്താക്കി. തിന്മ ശക്തികൾക്കെതിരെ അവർ നിലകൊണ്ടു. രോഗികളെ സൗഖ്യമാക്കി. ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിച്ചു എന്ന് നാം പഠിക്കുന്നു. ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് തന്നെ നാം തിരുവനന്തപുരത്ത് പഠിക്കുന്നത് തന്നോടുകൂടി ഇരിക്കുന്നതിന് വേണ്ടി, ദൈവരാജ്യം പ്രസംഗിക്കുന്നതിന്, അയക്കേണ്ടതിന് വേണ്ടി, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന്
അധികാരം ഉണ്ടാകേണ്ടതിന് എന്നിപ്രകാരമുള്ള ഉത്തരവാദിത്വങ്ങളെ നൽകിയാണ് ദൈവം അപ്പോസ്തലന്മാരെ അയച്ചത്. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായ ദൈവജനം എല്ലാ കാലത്തും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിയോഗിതരായി. ലോകത്തിന് പ്രചോദനം നൽകിയവരാണ് ക്രിസ്തുവിന്റെ സ്ഥാനാപതി. അതുപോലെ ദൈവവചനാനുസരണം ഉത്തരവാദിത്വം നിറവേറ്റി അനുരഞ്ജനത്തിന്റെ പാതയിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്ക് തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുവചനത്തിന് മുമ്പിൽ നമ്മെ വിനയപ്പെടുത്താം. ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ദൈവ വചനാനുസരണം ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്വം നിരപ്പിന്റെ ശുശ്രൂഷയിലൂടെ നിർവഹിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്നുള്ള നിലയിൽ എന്തുമാത്രം ആത്മാർത്ഥമായി നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ സാധിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. നിരപ്പിന്റെ ശുശ്രൂഷ നിവർത്തിക്കുന്നത് നമുക്ക് എന്തുമാത്രം നീതി പുലർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിൽ ഉള്ള ബന്ധത്തിൽ മനുഷ്യരുടെ മധ്യത്തിൽ നിരപ്പിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത് നമ്മുടെ പങ്ക് നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മിൽ വന്നുപോയ വീഴ്ചകളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ചു വിശ്വാസത്തോടുകൂടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും സർവവല്ലഭനുമായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പാദത്തിൽ ഞങ്ങൾ കടന്നു വരുവാനും ഈ ദിനത്തിൽ അങ്ങേ ആരാധിക്കുവാനും ദൈവത്തിൽ ലഭിച്ച എല്ലാ കൃപകൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഞങ്ങൾ വാഴ്ത്തും. കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവികാലോചനകൾക്കായി സ്തോത്രം. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് ഞങ്ങൾ ഈ പകൽക്കാലം ബോധ്യപ്പെടുത്തിയത്. ഒരു സ്ഥാനാപതി നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം എന്താണ് ഞങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇഷ്ടം ദൈവജനത്തിൽ നിലനിൽക്കുവാൻ, ക്രിസ്തുവിന്റെ പാതയിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിനെ പ്രതി അവിടുത്തെ ദൗത്യം ഈ ഭൂമിയിൽ നിറവേറ്റും സഭയിലൂടെ എളിയവരാകുന്ന അടിയങ്ങളിലൂടെ എന്ന് സഹായിക്കും. അടിയങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥന. കർത്താവെ, ഈ ആരാധനയിൽ പങ്കുകൊണ്ട് അവിടുത്തെ മക്കളെ ദൈവം അനുഗ്രഹിക്കണം. സമാധാന ദൈവം അവിടുത്തെ മക്കളെ അത്ഭുതമായി നടത്തണം. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. വിവിധങ്ങളായ ആവശ്യമിരിക്കുന്നവരെ ഒരിക്കൽ കൂടി തിരുപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് കോവിഡ്-19 എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ എല്ലാം കൊണ്ടൊന്ന് വിടുവിച്ച് പൂർണ്ണ സമാധാനം അത്ഭുതമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥന. സമാധാന ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളത് വിശ്വാസം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. സമാധാനത്തോടെ ലോകത്തേക്ക് പുറപ്പെടും. ധൈര്യപ്പെടും. തീയതിനെ വെറുതെ നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലെല്ലാവർക്കും ഇപ്പോൾ നന്മ ചെയ്യും. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തും. ബലഹീനരെ താങ്ങും. കഷ്ടപ്പെടുന്നവരെ സഹായിക്കും. എല്ലാവരെയും ബഹുമാനം പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. പിതാപുത്ര പരിശുദ്ധാത്മാവ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ എല്ലായ്പ്പോഴും നിങ്ങളോട് അവരോടും ഇരിക്കുമാറാകട്ടെ.